ഹായ് ഡിയാസ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഞാൻ ഷൈനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോസ്റ്റാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ മടിയായിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഇതൊരു ടോസ്റ്റ് കഴിച്ചാൽ ഒരു ദിവസത്തേക്കുള്ള പ്രോട്ടീൻ മുഴുവൻ അവർക്ക് കിട്ടുന്നതായിരിക്കും. അമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു സ്ലൈസ് ബ്രെഡ് വേണം, പിന്നെ ഒരു സ്ലൈസ് തന്നെ ചീസും വേണം. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനൊരു ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിടണം. എന്നിട്ട് 2 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതിങ്ങനെ പൊട്ടി വരണ കാണാം നമുക്ക്. അപ്പോൾ അത് അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ആ പൊട്ടിയ ഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹാഫ് വീണ്ടും കട്ട് ചെയ്യുക. അങ്ങനെ 4 സ്ലൈസസ് ആക്കി കട്ട് ചെയ്ത് എടുക്കുക. ഈ ചിക്കൻ സോസേജ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് സോസേജ്. അപ്പോൾ സോസേജ് പല തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ 4 സ്ലൈസസ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, കോഴിമുട്ട. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അത് സ്പൂണ് കണക്കാണ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ ഈ അളന്നെടുക്കുമ്പോഴേക്കും ഏകദേശം 7 ടീസ്പൂൺ പാലുണ്ടാവും. ഇത് 1/4 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തത്. അത് ഞാൻ നിങ്ങൾ സ്പൂണിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സ്പൂണിൽ അളന്നത്. 7 ടീസ്പൂൺ പാലുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. കൂടുതലങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട, പതപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ തടവുക. ഞാനിത് ദോശത്താവയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സോസേജ് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ പാനിൽ ബട്ടർ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 വശവും ഒന്ന് പതുക്കെ ഒന്ന് മുരിച്ചെടുക്കുക. കൂടുതൽ അങ്ങോട്ട് ഫ്രൈ ആകണ്ട. ഒന്ന് 2 സൈഡും ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും നമുക്കതെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ടിത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇനി നമ്മൾക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇടുക. ബട്ടർ തടവിയതിന് ശേഷം ഞാനിവിടെ ഇത് ലെസ് ഫാറ്റ് ബട്ടറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടർ ഉപയോഗിക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അതിലേക്ക് ആ ബട്ടർ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. കാരണം നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് അടിയിൽ പോയി സെറ്റിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അഴിപ്പിച്ചിട്ട് വേണം ഇതിനകത്തിട്ടിടാൻ. എന്നിട്ട് നമ്മൾ ബ്രെഡ് സ്ലൈസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സൈഡ് അതിനകത്ത് മുക്കിയിട്ട് നമുക്കത് മറിച്ച് വെക്കണം. അപ്പോൾ മറിച്ച് വയ്ക്കുമ്പോഴേക്കും നമ്മൾ ബ്രെഡ് ഒരേ സൈഡിൽ വരണം. നമ്മളൊരു ബ്രെഡ് എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, കട്ട് ചെയ്യാത്ത ബ്രെഡ്, അതുപോലെ എടുത്ത് വയ്ക്കുക. ഉണ്ടോ ഇപ്പോൾ? അപ്പോൾ ഒരു സൈഡ് ബ്രെഡിൽ എഗ്ഗ് മുക്കിയതിന് ശേഷം ഡിപ്പ് ചെയ്തിട്ട് മറിച്ചിടുക. അപ്പോൾ മറിച്ചിടുമ്പോഴേക്കും ഒരു സ്ലൈസ് ബ്രെഡ് നമ്മളെങ്ങനെയാണ് വെച്ചിരിക്കുന്ന അതുപോലെ വരണം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ സ്ലൈസസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ടിത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കണമല്ലോ, നമുക്ക് ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ അതിന് നമ്മൾ അരികൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഷെയ്ക്കായാലും ഇത് പൊട്ടിപ്പോവും. അതിന് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് മറിച്ചിടാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം പാനിൽ നിന്ന്.
നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ, കുക്കിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ശരിക്കും നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇത് ഇതിൻ്റെ അരികെ വിടിയിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് മറിച്ചിടാം. ഇത് മറിച്ചിടുന്ന സമയത്ത് 2 സ്പൂണ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഈ അരികിൽ വെച്ചിട്ട് മറിച്ചിട്ടാൽ ഒരു സ്ലൈസ് ബ്രെഡ് സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് ഇതുപോലെ എന്നിട്ട് നല്ല പരന്ന സ്പൂൺ അതിൻ്റെ അടിയിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം മറിച്ചിടാനായിട്ട്. ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഈ എഗ്ഗിൻ്റെ 4 അരികും മേലോട്ട് മടക്കി വെക്കുക. ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ പുറത്തേക്ക് മടക്കി പ്രസ് ചെയ്ത് വയ്ക്കുക നന്നായിട്ട്. ഇതുപോലെ 4 സൈഡിൽ നിന്നും എഗ്ഗ് ഫ്രൈ ചെയ്തത് മടക്കി ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പ്രസ് ചെയ്ത് വയ്ക്കണം, വിടർന്ന് പോവാത്ത തരത്തിൽ. കൂടുതലും മൊരിഞ്ഞ് പോകുമ്പോഴാണ് ഇത് വിടർന്ന് പോണത്. ഇതിപ്പോൾ കുറച്ച് മൊരിഞ്ഞ് പോയി, അതുകൊണ്ടാണത് വിടർന്ന് പോകുന്നത്. ഇത്രയും മൊരിയുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് മറിച്ചിടണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കും. ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് തന്നെ ഈ എഗ്ഗ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് സീറ്റാവുന്നത് വരെ സ്പൂൺ കൊണ്ട് നന്നായിട്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം അവിടെ സൂട്ടായിട്ടിരിക്കും. ഇതിന് ശേഷം നമ്മളുടെ ബ്രെഡിൻ്റെ ഒരു പീസിൻ്റെ മുകളിൽ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജ് വെച്ച് കൊടുക്കാം. ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിലാണ് ഈ ചിക്കൻ സോസേജ് വെച്ച് കൊടുക്കേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. 2 പീസാക്കി മുറിച്ചിട്ട് ചെയ്താൽ അത് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടോസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോരും. അതുകൊണ്ടാണ് 4 പീസാക്കി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഈ ചിക്കൻ സോസേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു സ്ലൈസ് ചീസ് 2ആക്കി കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ സ്ട്രോബെറി ജാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ജാം ഉപയോഗിക്കാം. സ്ട്രോബെറിയോ അല്ലെങ്കിൽ റാസ്ബെറിയോ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ജാമാണ് ഇഷ്ടം അത് ഉപയോഗിക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. കുട്ടികൾക്ക് കൂടുതൽ വേണമെങ്കിൽ അത്രയും എടുക്കുക. എന്നിട്ട് ജാം പുരട്ടി ആ സൈഡിൽ നിന്ന് നമ്മളിത് ഫോൾഡ് ചെയ്യുക. മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. പൊട്ടിപ്പോകാതെയൊക്കെ നോക്കണം. വളരെ ശ്രദ്ധയോടുകൂടി മറിച്ചിട്ടതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമുക്ക് പതുക്കെ അത് പ്രസ് ചെയ്തൊക്കെ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ ഇട്ടതിന് ശേഷം 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കുക. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഈ ടോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് ഒന്ന് ബട്ടറൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ആ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ജാമൊക്കെ പുറത്തേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ലാതെ ബ്രെഡ് അബ്സോർബ് ചെയ്തോളും. എന്നിട്ട് 2 സൈഡും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുരിച്ചെടുക്കുക. കൂടുതൽ മുരിയേണ്ടവർക്കും കൂടുതൽ മുരിച്ചെടുക്കാം. അല്ലെങ്കിൽ വളരെ പതുക്കെ മുരിയുമ്പോൾ തന്നെ എടുക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം. അപ്പോൾ നമ്മളുടെ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. അമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വേണമെങ്കിലും തനിയെ ഉണ്ടാക്കാം. ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള എഗ്ഗ് ടോസ്റ്റാണിത്. ഫുൾ മീലാണ്. കുട്ടികൾക്ക് ഇതൊരെണ്ണം കഴിച്ചാൽ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള കാലറി മുഴുവനും കിട്ടും. പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഇതിനകത്ത് കൂടുതലും.
വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അമ്മമാർക്കും കഴിക്കാം. വളരെ ടേസ്റ്റാണ്. COVID-19 പശ്ചാത്തലത്തിൽ കുട്ടികളിപ്പോൾ സ്കൂളിലൊക്കെ ഒന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഈ അവസരത്തിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതുപോലെ ഒരു എഗ് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ദഹിക്കില്ല, പെട്ടെന്ന് കുട്ടികൾക്ക് വിശക്കുകയില്ല. വളരെ ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പോൾ അവർക്ക് ക്ലാസ്സിലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വിശക്കാതിരുന്ന് 1 മണി വരെയോ 1:30 വരെയോ ഒക്കെ അവർക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിലിരിക്കാൻ പറ്റും. അപ്പോൾ അമ്മമാർ ഇതുപോലെയുള്ള ഈ ടോസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ട്രൈ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.